എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കായ്പോളയാണ് ഉണ്ടാക്കണം. അതിന് വേണ്ടി 3 ഏത്തം പഴുത്തത്, അണ്ടിപ്പരിപ്പും കിസ്മിസും, 3 മുട്ട. ആദ്യം നമുക്ക് പഴം അരിഞ്ഞെടുക്കാം. പഴം രണ്ടായിട്ട് പിളർന്നിട്ട് നെടുവേ ഒന്നും കൂടെ മുറിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിന് വേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച്, വെള്ളം നല്ല തോർന്ന് വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കണം. ചൂടാകുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പിട്ട് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കിസ്മിസ് കൂടെ ഇടാം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിനെ കോരി വെക്കണം. ഈ നെയ്യിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കണം ഏത്തമ്പഴം ഇട്ട് കൊടുക്കണം. പൊടി ഒന്ന് ഇളക്കി കൊടുക്കണം. രണ്ട് മിനിറ്റ് നമ്മളൊരു ബാറ്റർ തയ്യാറാക്കണ നേരത്തിന് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇതിലേക്ക് 2-3 ഏലക്ക, ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചത്, ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരാം. 2-3 സ്പൂൺ പഞ്ചസാര നന്നായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവരാം. ഏലക്കായും മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചത്. ഇതിൽ വേണമെങ്കിൽ ഒരു സ്പൂൺ പാലൊഴിക്കാം. പഴം ഇവിടെ നെയ്യിൽ കിടന്ന് ചുവന്ന് വന്ന് ആ നേരത്തിന് നമ്മൾ ആക്കി വെച്ചേക്കണ മുട്ടയും പഞ്ചസാരയും ഏലക്കായും കൂടെ അടിച്ചത് ഇതിലൊഴിക്കണം. അതിന് ശേഷം ചെറുതീയിലിട്ടിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ വറുത്തിട്ടത് ഇതിലിടണം. വേറൊരു അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഇറക്കി വയ്ക്കണം. മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്ക് ഇതൊരു ഫ്രൈങ് പാനിൽ നെയ്യ് തടവി ഇതിലോട്ട് അങ്ങോട്ടാക്കി കൊടുക്കാം. കായ്പോള ഇവിടെ റെഡിയായി. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം.